ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാമെന്ന ഏറ്റവും പുതിയ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കേരള ബോക്സ് ഓഫീസിൽ തകർപ്പം വിജയം നേടി മുന്നേറുന്ന ചിത്രങ്ങളെക്കുറിച്ച് തന്നെ നോക്കാം. ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമുള്ള സീക്രട്ട് ഓഫ് കരിങ്ക എന്ന് പറയുന്ന സിനിമ. ധ്യാൻ ശ്രീനിവാസൻ കേന്ദ്ര കഥാപാത്രം നടത്തിയ ചിത്രത്തിന് എന്നാൽ വലിയ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം ചിത്രത്തിന് 6ാം ദിനം സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്ന ഏകദേശം 5,25,000 രൂപയോളമാണ്. നവാഗതനായ സനീഷ് ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്ത ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസനോടൊപ്പം തന്നെ അൽതാഫ് സലീം, റിയാസ് ഖാന്, നിതിൻ പരമേശ്വരൻ, മാളവിക മേനോൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രത്തെത്തിയത്. എന്തൊക്കെയുള്ള രണ്ടാം വാരത്തിലോട്ട് കടക്കുമ്പോൾ ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കുന്നു കണ്ടുതന്നെറിയാം. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമാണല്ലോ ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിന്ന ചിന്ന ആശയ എന്ന് പറയുന്ന സിനിമ. ഇന്ദ്രൻസ് മധുബാല, അപർണ ബാലമുരളി, തമ്പി രാമയ്യ, ഗാലയ് വെങ്കിട്, വിഷ്ണു അഗസ്ത്യ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി വർഷ വാസുദേവ് അണിയിച്ചിരിക്കിയ ചിത്രത്തിന് എന്നാൽ വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. വീക്കെൻഡിൽ നല്ല കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രത്തിന് എന്നാൽ ഇന്നലെ ഏകദേശം 5 ലക്ഷം രൂപയോളം മാത്രമാണ് കേരള ബോക്സ് ഓഫീസിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. അതേസമയം കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന ഒരു കൊച്ചു ചിത്രമാണ്, അതായത് ചിദംബരം അണിയിച്ചിരിക്കുക ബാലൻ എന്ന് പറയുന്ന സിനിമയാണ്. ബാലൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് നോക്കിയാണ് നവാഗതയായ ഫർസാന പാരത്യങ്ങൾ നായികയായിട്ടെത്തിയ ചിത്രത്തിൽ ആദിശേഷൻ, സിനാൻ തുടങ്ങിയവരായിരുന്നു മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയത്. ഇവരോടൊപ്പം തന്നെ ടൊവിനോ തോമസ്, ഗിരീഷ് ഷെഡി, ജീൻ ബോൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ചിദംബരമായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ജിത്തു മാധവനായിരുന്നു ചിത്രത്തിനായിട്ട് തിരക്കഥ രചിച്ചിട്ടുണ്ടായത്. സുഷിഷാമായിരുന്നു ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രം തുടർച്ചയായിട്ടുള്ള 6ാം ദിനവും ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മാറുകയാണ്. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന് ഏകദേശം 77 ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 10 കോടി പിന്നിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും തരംഗമായിട്ട് നിൽക്കുന്ന മറ്റൊരു ചിത്രം തമിഴ് ചിത്രമാണ്. അർജുൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ്. അർജുനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കെ രാജ് അണിയിച്ചിരിക്കിയ ചിത്രമാണല്ലോ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. ചിത്രം 4ാം വാരത്തോട്ട് കടന്നപ്പോഴും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കി മികച്ച കളക്ഷൻ സ്വന്തമാക്കിയാണ്. അർജുനോടൊപ്പം തന്നെ അഭിരാമി, പൃഥ്വിമുന്ദർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 5 ലക്ഷം രൂപയോളം സ്വന്തമാക്കി. വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 80 കോടി രൂപയോളം സ്വന്തമാക്കി ചിത്രം വിജയം മുന്നേറ്റം നടത്തുമ്പോൾ ചിത്രം നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന മറ്റൊരു ഹോളിവുഡ് ചിത്രമാണ് ഒബ്സഷൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹോളിവുഡ് ചിത്രമാണ്. മിഷേൽ ജോൺസനെ കേന്ദ്ര കഥാപാത്രമാക്കി ക്യാരി ബർക്കർ അണിയിച്ചൊരുക്കിയ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ തരംഗമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 4ാം വാരത്തോട്ട് കടന്ന ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 4.5 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 3000 കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ മാത്രം 100 കോടി കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വൻ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമന്ത കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമുള്ള മാ ഇന്ദി ബംഗാരം എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ തകർപ്പം വിജയം നേടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ 5 ദിവസം കൊണ്ട് തന്നെ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 50 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് സമന്തയുടെ കരിയറിലെ ആദ്യത്തെ സോളോ ഹിറ്റായിട്ട് മാറുകയാണ് മാ ഇന്ദി ബംഗാരം എന്ന് പറയുന്ന സിനിമ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തരംഗമായിട്ട് മാറുന്ന മറ്റൊരു ചിത്രം കോക്ടെയിൽ 2 എന്ന് പറയുന്ന ഷാഹിദ് കപൂർ ചിത്രമാണ്. ഷാഹിദ് കപൂർ, രശ്മിക മന്ദാന, കൃതി സനൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമാക്കി ഹോമി അദ്ജനിയ ഡയറക്ട് ചെയ്ത ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് തന്നെ സ്വന്തമാക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ചിത്രം ഏകദേശം ആദ്യ 5 ദിവസം കൊണ്ട് 93 കോടി രൂപയോളം സ്വന്തമാക്കി. 150 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രത്തിൽ എന്നാൽ ഇപ്പോഴും മികച്ച റെസ്പോൺസ് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ചിത്രം വരും ദിവസങ്ങളിൽ വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നേരിയ തോതിൽ മുന്നേറ്റം നടത്തുന്ന മറ്റു ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നസ്ലിൻ കേന്ദ്ര കഥാപാത്രമെത്തിയ മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ, അതോടൊപ്പം തന്നെ നരന്റെ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയാണ്. OTT റിലീസിന് ശേഷം ദൃശ്യം 3ക്ക് ഇപ്പോഴും കൊച്ചി പോലത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ബുക്കിംഗ് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും വലിയൊരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല. എന്തൊക്കെയാണ് ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 240 കോടി രൂപയോളം സ്വന്തമാക്കിയപ്പോൾ നസ്ലിനെ കേന്ദ്ര കഥാപാത്രമാക്കി മൂന്നനുണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായിക് അണിയിച്ചിരിക്കുന്ന ചിത്രമുള്ള മോളിവുഡ് ടൈംസ് എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1 മുതൽ 2 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു. അതേസമയം ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 20 കോടിയോളം കളക്ട് ചെയ്തെങ്കിലും പ്രതീക്ഷിച്ച വിജയം ചിത്രം സ്വന്തമാക്കിയിട്ടില്ല. എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ കൂടുതൽ ചിത്രങ്ങളുടെ കളക്ഷൻ അപ്ഡേറ്റുകൾ വരുന്നതായിരിക്കും. ഇന്ന്
അനന്തൻ ഗാഡ് എന്ന് പറയുന്ന ആര്യ ചിത്രം റിലീസിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രത്തിൽ ഉയർ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കുക. ഈ ചിത്രങ്ങൾക്കൊക്കെ മികച്ച കളക്ഷനുകൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.